ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. അപ്പൊ ഇന്ന് വന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും കഴിക്കേണ്ട കർക്കിടക പൊടിന്റെ ഒരു റെസിപ്പി ആട്ടോ. അപ്പം നല്ല ഹെൽത്തിയാണ്. നമ്മളെ വീട്ടിലുള്ള ചെടികൾ വെച്ചിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം രക്തക്കുറവോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ ഓരോ സ്പൂൺ അളവിൽ കൊടുത്താൽ മതി. ഇനി വലിയവർക്ക് മധുരമില്ലാതെ അങ്ങനെയും കഴിക്കാം. മധുരത്തിലാണെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അത് ബോൾസ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാ നോക്കിയാലോ. നല്ല ഹെൽത്തി കേട്ടോ. എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്. നമ്മളെ കൊണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ കർക്കിടക മാസം കഴിഞ്ഞ മുന്നേറ്റ് നമ്മൾക്കൊന്ന് കഴിക്കാൻ നോക്കുക. എന്തായാലും നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ റെസിപ്പിയിലോട്ട് പോകുന്ന മുന്നേറ്റ് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ എന്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരും കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക കേട്ടോ. അപ്പൊ ഞാനിതാ 3 വിധത്തിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. ഒന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടും മധുരല്ലാതെയും നമ്മൾ ശർക്കര ഇട്ടിട്ട് ആ ഒരു വിധത്തിലും. അപ്പൊ അത് കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും നല്ല അത്യുത്തമമായിട്ടൊരു സംഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മട്ട റൈസ് ആട്ടോ. ഇതുപോലെ 1 കപ്പ് മട്ട റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വൈറ്റ് റൈസ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ തവിട് കളയാത്ത അരി എടുക്കായിരിക്കും നല്ലത്. ഇതിലാണ് ഒരുപാട് പ്രോട്ടീനും ഒക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് കഴുകുക. അപ്പൊ 1-2 പ്രാവശ്യം കഴുകിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാച്ചാല് ഇത് ഒരു തുണിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 1 കപ്പ് എള്ളാണ്. ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ എള്ളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം കാൽസ്യം, ഫോസ്ഫറസും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എള്ളിന്റെ ആന്റി ഓക്സിഡന്റ് അളവുകളും ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലിവറിന്റെ ആരോഗ്യത്തിന് വളരെ അത്യുത്തമമാണ്. ഒന്ന് പോവണം. പിന്നെ നമ്മളെ അടുക്കളയിലെ ചെറിയ ധാന്യങ്ങൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു പക്ഷെ അത് അറിയാണ്ടായിരിക്കും. അപ്പൊ ഇതുപോലൊക്കെ ചെയ്തെടുക്കാം. അപ്പൊ എടുത്തിട്ടുള്ളത് രാഗി കേട്ടോ. രാഗിയിലും ഒരുപാട് ഇതുണ്ട് കേട്ടോ. നമ്മളെ ഈ ഷുഗർകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു ധാന്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ അയണും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോളും കുറക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഈ ഒരു രാഗി കഴിക്കുന്നത്. ഇത് കുട്ടികൾക്ക് പോലെ തന്നെ നമുക്ക് വലിയവർക്കും നല്ലൊരു ഭക്ഷണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പോകണം. കാരണം നല്ല പോലെ വെള്ളം പോയാലും നമുക്ക് വറുത്തെടുക്കുമ്പോൾ ആ ഒരു ഇത് വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിതാ എള്ളും അതുപോലെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടപാത്രത്തിൽ. ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനിതാ അടുത്തത് വേണ്ടത് 1/2 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് 1/2 കപ്പ് അളവിൽ തന്നെ മതിയാവും കേട്ടോ. അപ്പൊ ഇതും തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാട്ടോ. അപ്പൊ ഞാനിതാ ഇതും അതുപോലെ തന്നെ കഴുകി എടുത്തിട്ടും തോർത്തെടുക്കുന്നുണ്ട്. അപ്പൊ അതേ അളവ് തന്നെ ഞാൻ ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതാ ഇതും അതുപോലെ തന്നെ കഴുകിയിട്ട് നല്ല പോലെ ഒന്ന് തോർത്തെടുക്കാം. അപ്പൊ ഇത് ഈ ഉഴുന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ല നാരുകളും വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഊർജ്ജം ഇതിൽ വളരെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ കൊളസ്ട്രോളിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ധാന്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അതും ഞാനൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ കഴുകി തോർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടലയാട്ടോ. അപ്പൊ ഇതും ഞാനൊരു അളവ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ പൊട്ടുകടല ഇതുപോലെ വറുത്തത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു അണ്ടിപ്പരിപ്പാട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ 100 ആണ് എടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെ ബദാമും എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ബദാമും ഓർമ്മശക്തിക്ക് വർദ്ധിപ്പിക്കാനും നമ്മളെ തലച്ചോറിന്റെ വളർച്ചക്കൊക്കെ അത്യുത്തമമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മുടി കൊഴിച്ചിലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പ്രോട്ടീൻ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു പരിഹാരം തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലത്തെ കൊട്ടത്തേങ്ങ കേട്ടോ. അപ്പൊ ഇത് എടുത്തിട്ടുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ വെള്ളമില്ലാത്തതാവുമ്പം ഇതിൽ വെള്ളത്തിന്റെ ഒട്ടും അംശം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് വറുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഞാനൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോ അതില്ലെങ്കിൽ സാധാ എന്താ പറയാ തേങ്ങ ചിരവിയിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ ഞാനിത് ഓൾറെഡി ഇങ്ങനത്തെ കൊട്ടത്തേങ്ങ ഉണ്ടായപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ അരിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അരി ഇതുപോലെ നല്ല പോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം.
സമയമൊക്കെ കിട്ടുന്ന ടൈമിലാവുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. കാരണം നല്ല പ്രോട്ടീനുമാണ്. അപ്പൊ കുട്ടികൾക്ക് ശരിക്കും ആ മധുരത്തിന്റെ ഇതും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല അവർ കഴിക്കും ചെയ്തോളും. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ രാവിലെ പിന്നെ ഒരു ബോൾസ് ആക്കിയിട്ട് അതോ രാവിലെ വൈകിട്ടൊക്കെ ഓരോത് കൊടുക്കുക. അപ്പൊ അവിടെ ആരോഗ്യത്തിനും നല്ലതാട്ടോ. ഇനി അത് കഴിച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ വേഗം കുറച്ച് വെള്ളം കൂടി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എള്ളു ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ എള്ളും ഒരുപാട് അങ്ങോട്ട് പൊട്ടരുത് കേട്ടോ. ഒന്നാണ് പൊട്ടി വരുമ്പോ നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടി അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇതിന്റെ പുറന്തോളം ഇതുപോലെ ഒന്ന് ആക്കി എടുത്താകുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും അതുപോലെ തന്നെ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. രാഗിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇതാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്കിതൊക്കെ എവിടുന്നാ കിട്ടിയെന്നില്ലേ. അപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താലൊക്കെ അറിയാം ഈ ചെറുധാന്യങ്ങൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ വളർച്ചക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീനും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. സംഭവം നല്ല ടേസ്റ്റും കേട്ടോ. അപ്പൊ മധുരം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചോദിച്ചാൽ ശർക്കര അല്ലാതെയും ഞാനിതൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അതെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഉഴുന്ന് വറുത്ത് അതുപോലെ തന്നെ രാഗി വറുത്തെടുത്തിട്ടുണ്ട്. രാഗിയൊക്കെ അധികം അങ്ങോട്ട് പൊട്ടി വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പാട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോ നമുക്കൊന്ന് മാറ്റാം. ഒന്ന് ചൂടാക്കിയാലാണല്ലോ പൊടിച്ച് കിട്ടുക. അപ്പൊ ഒരുപാടുണ്ടാവരുത്. അപ്പൊ ആ ഒരു പിന്നെ എന്താ പറയാ ചെറുതായിട്ടൊരു ഇത് കളർ മാറുമ്പോ തന്നെ നമുക്കൊന്ന് ഇതിൽ നിന്ന് മാറ്റാം. അപ്പൊ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ അതിന്റെ എണ്ണ ഇറങ്ങും. അപ്പൊ നമ്മൾ ചെറിയ തീയിട്ടിട്ട് വേണം ഇതൊന്നും ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മളെ അരിയാണ്. അരി വറുത്തതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എള്ളും പൊടിച്ചെടുക്കുമ്പോൾ എല്ലാവരും കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഇതായി വരരുത് കേട്ടോ. ഒന്ന് ക്രഷാക്കി നല്ല പോലെ ഒന്ന് പൊടിക്കാതെ തന്നെ ആക്കുക. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഇത് കൂടി ഫീൽ ആവും. അപ്പൊ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരുമ്പോൾ പിന്നെ വെറും പൊടിയാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ ഞാനിതാ നമ്മളെ കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നിലക്കടലിന്റെ കാര്യം പറയുകയാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളെ കുട്ടികളുടെ വളർച്ചക്കായിക്കോട്ടെ എല്ലാ കാര്യത്തിനും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഈ മുടി കൊഴിച്ചില് അതുപോലെ തന്നെ വേദനകൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാത്തിനും പരിഹാരമാണ് ഈ ഒരു നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സംഭവം. അപ്പൊ പ്രസവരക്ഷക്ക് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. ഇതിലിപ്പോ മരുന്നോ പ്രസവരക്ഷനോ ഒന്നും തന്നെ അല്ല. നമ്മള് പിന്നെ സാധാ എന്താ പറയാ ചെറിയ ധാന്യങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നല്ല തന്നെയാണ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പൊ ഞാനിതാ ഇതെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് കുറച്ചുള്ളായിരുന്നു കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ രണ്ടും കൂടെ ഒപ്പിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാനിതാ ഈ ഒരു പിന്നെ പൊട്ടുകടലുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ മിക്സിയിലെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കാം കേട്ടോ. ഒരു വെള്ളത്തിന്റെ അംശമോ അതുപോലെ തന്നെ ഈ സ്പൂണിലോ അതുപോലെ തന്നെ പാത്രത്തിലോ ഒന്നും വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ മതി. ഒരു കേടും വരില്ല കേട്ടോ. മാസങ്ങളോളം ഇത് നിൽക്കും. ഒരു കുഴപ്പം വരില്ല. നമ്മൾ ഡ്രൈ ആയിരിക്കണം എല്ലാ സംഭവങ്ങളും. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരേ അനുപാതത്തിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങ ഇതാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ഭാഗങ്ങളാക്കിയിട്ട് ഞാൻ 3 വിധത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് ഇത് മധുരമില്ലാതെ നമുക്ക് കഴിക്കാൻ, ഇപ്പോൾ ഷുഗർ ആർക്ക് ആയിക്കോട്ടെ അങ്ങനെ കഴിക്കുന്നവർക്കാണെങ്കിൽ മധുരമില്ലാതെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് പിന്നെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഞാനിത് ബോൾസ് ആക്കിയിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കുമല്ലോ, എന്താ പറയാ അരിയുണ്ടൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അല്ലാതെ ഇതുപോലെ ശർക്കരയൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ടിന്നിലാക്കി വെച്ചാൽ നമ്മൾ
ആവശ്യാനുസരണം വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ ഒക്കെ കഴിക്കാനും എളുപ്പമാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ശർക്കര ഒന്നും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതിൽ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാല് ശർക്കര മാത്രമാകുമ്പോൾ അത് വെറുതെ ഒന്ന് കറങ്ങും ചെയ്യും, നന്നായിട്ട് പൊടിഞ്ഞും കിട്ടൂല. അപ്പൊ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എന്ത് ചെയ്യാ വെച്ചാല് നല്ലൊരു അതായത് പിന്നെ കാറ്റൊന്നും തട്ടാത്ത പാത്രത്തിൽ വേണം നമ്മളിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതിൽ മധുരമൊക്കെ പാകം തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരു സ്പൂൺ അളവിൽ നമ്മളെ മക്കൾക്ക് കൊടുത്താൽ മതി. ഇനി അങ്ങനെയല്ല ശർക്കര പാനൊക്കെ ഒഴിച്ചിട്ട് ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനിതാ അടുത്ത രീതിയിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാട്ടോ. അപ്പൊ ശർക്കരപ്പാനി എടുക്കുമ്പോൾ എന്ത് വിചാരിക്കും, നല്ല ചെറിയ ചൂടിൽ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ബോളായിട്ട് തന്നെ കിട്ടുള്ളൂ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ചൊരു ഓയിൽ കൂടി തടവി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ അതാ ഞാനൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കാം. കാരണം വെറുതെ പിന്നെ എന്താ പറയാ ശർക്കരന്റെ അതൊക്കെ നനവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഭരണിയിൽ ആക്കി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓരോന്നും എടുത്ത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും അങ്ങനെ കൊടുത്താലും മതി. അപ്പൊ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ സംഭവം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നിൽക്കാം. പിന്നെ കേടുകൂടാതെ തന്നെ പുറത്തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തത് ഞാനിതാ ഇതുപോലെ നമ്മൾ ശർക്കര പാനൊന്നും ഒഴിക്കാതെ തന്നെ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തല്ലോ അതുപോലെ നമുക്കൊരു ഭരണി ഇതുപോലെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാം. കാരണം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് എടുത്തിട്ട് മധുരം ഇടണമെങ്കിൽ മധുരം ഇട്ടിട്ട് കഴിക്കാം. പിന്നെ ശർക്കര ഒഴിച്ചിട്ട് പാനി ഒഴിച്ചിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മധുരം പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെയും കഴിക്കാൻ പറ്റും. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട കമന്റ് താഴെന്ന് പറയാം. ഇതുപോലത്തെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.